ഇടാൻ പേടിച്ചിട്ട് ലഹള എന്നിട്ടതല്ല, ഇടാതിരുന്നതല്ല. ജഗള എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. എനിക്ക് ആദ്യം എനിക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഞാനല്ലാതെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഭയങ്കര, നമ്മൾ ഈ പരകായ പ്രവേശമൊക്കെ പോലത്തെ സാധനമല്ലേ ഇത്, നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇങ്ങനെ വൈബായിട്ട് സംസാരിക്കുക. അപ്പം അതിൽ നിന്ന് ഒതുങ്ങി ഒരു നാടൻ പെൺകുട്ടിയായിട്ട് ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആദ്യത്തെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ ഐ വാസ് ഇൻ. പിന്നീട് നമ്മൾ ക്യാരക്ടർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു എന്താ പറയുക സ്വഭാവം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ചെയ്ക്കു എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്, പിന്നെ ശശി അപ്പുണ്ണിയായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യത്തെ ഈ ക്യാരക്ടർ ഇങ്ങനെ അല്ലെങ്കിൽ കഥാപാത്രം കുഞ്ഞാത്തുവാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐ വാസ് 100% ഇൻടു ഇറ്റ്. പിന്നെ പ്രൊഡക്ഷനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ല ആളുകളാണ്. മനോജേട്ടനാണെങ്കിലും ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും വളരെയധികം നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനും കൂടെ ആയതുകൊണ്ട് വളരെ സമാധാനത്തിലും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്ത സിനിമയാണ്. പിന്നെ ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിലും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഷിജിൻ ചേട്ടൻ പറഞ്ഞു, കപൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദിയിൽ ബോളിവുഡിലുള്ള ഒരാളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയില്ല. അപ്പൊ അതുപോലെ അമീർ ഖാൻ നമ്മൾ പറയും പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയില്ല, അതുപോലെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് ആള്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു എന്താ പറയുക കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം വന്നത് കൃത്യമായിട്ട് നമ്മൾ തന്നെ എത്ര ടേക്ക് പോയാലും ആൾക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ അത് എടുത്തിട്ട് ആൾ ക്യാപ്ചർ ചെയ്തിരിക്കണം. അത് നിങ്ങൾ വിഷ്വലി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വിഷ്വലി ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. ചെറിയ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ചെറിയ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വലിയ രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സോ യാ, അപ്പം എന്നെ സംബന്ധിച്ച് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴേ ഐ വാസ് ഹാപ്പി. നല്ലൊരു സിനിമയായിരുന്നു, നല്ല പാട്ടുകളും നല്ല ഇരിക്കുന്ന സിനിമയാണ്. പക്ഷെ തിയേറ്ററിൽ വലിയൊരു പുഷ് കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ നല്ല ചിത്രങ്ങൾക്ക് പോലും വേണ്ട രീതിയിൽ പുഷ് കിട്ടുന്നില്ലല്ലോ എന്നെപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമ, എത്ര നല്ല കണ്ടന്റ് ഡെലിവർ ചെയ്താലും ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കൂടുതലൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഏറ്റവും കൂടുതൽ അതിൽ ബിപിനാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ മാസം നേരിട്ട് കണ്ടിതാക്കിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഒത്തിരി പ്രൊമോഷൻസും വീഡിയോസും ഒക്കെ ചെയ്തു. കണ്ടന്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ആ സിനിമ കാണണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമ റിലീസായി കുറച്ച് ദിവസങ്ങളായി. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ബിപിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് അവസ്ഥ, എന്താണ് ബ്രോ അവസ്ഥ. അപ്പം പറഞ്ഞു അവൻ ഹാപ്പിയാണ്, പ്രൊഡ്യൂസർ ആണെങ്കിലും ജിതനാരനാണെങ്കിലും ഹാപ്പിയാണ്, ആളുകളിലേക്ക് സിനിമ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ ആക്സെപ്റ്റൻസ് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ OTT പ്ലാറ്റ്ഫോംസിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ആളുകൾ അത് കുറച്ചുകൂടെ സ്വീകാര്യതയോടെ അത് എടുക്കും. എന്നാലും ഹൗസ്ഫുൾ ആണ്, ഇന്നലെയൊക്കെ ഷോ ഹൗസ്ഫുൾ ആണ്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഈ സിനിമയും കൂടെ റിലീസ് ആവുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ ആഘോഷിക്കാന്ന് വിചാരിക്കുന്നു. ക്യാരക്ടർ ചൂസിങ്ങിന് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനിയുള്ള സിനിമയിലെ കഥാപാത്രങ്ങൾ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കാം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്? ഇല്ല, കാരണം എന്താ വെച്ചാൽ എന്നിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്. ഉള്ളതിൽ നിന്നാണ് ഞാൻ പെറുക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക പിക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും ഓപ്ഷൻസ് നമുക്ക് വേണമല്ലോ. അപ്പം വളരെ കുറച്ച് സിനിമകളെ ഇതിലേക്ക് വരുന്നുള്ളൂ, വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വരുന്നുള്ളൂ. പക്ഷെ വരുന്നതിൽ വൃത്തിയുള്ളതും അതായത് കണ്ടന്റ് വൈസ് ആണെങ്കിലും നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുന്നത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതലൊക്കെ എനിക്ക് തോന്നുന്നു 2 ക്യാരക്ടേഴ്സിന് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ താങ്കൾക്ക് താല്പര്യമുള്ളത് നമുക്ക് ചെയ്യാം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമ നമ്മുടെ ഈ സിനിമയാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഇന്നതിലേക്കാണ് നിങ്ങളെ പ്ലേസ് ചെയ്യുന്നതെന്നും മൊത്തത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കുറവാണ്, വരുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച് ചെയ്യുന്നുണ്ട്. മെറീന, ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും? ഇല്ല, നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയാം അതായത് സെൻസർ ബോർഡ് നടക്കുന്ന ഇഷ്യൂസ്, അതായത് ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടപ്പാടല്ല, ഒരു കൂട്ടായ്മയുടെ കഷ്ടപ്പാടാണ് അല്ലേ? അല്ല, ഞാൻ പേരിന്റെ പേരിൽ ബ്ലോക്ക് ചെയ്തോ? അതായത് ജാനകി എന്ന പേര് അറിയത്തില്ല. ഇല്ല, ഞാൻ കൂടുതൽ പ്രൊമോഷനിൽ ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷനിലാണ്. അങ്ങനെ ചെയ്തോ? അതായത് ജാനകി എന്ന പേര് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം, എന്നാലേ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള, അതായത് സീതയുടെ പേരാണ് ആയതിനാൽ ആ പേര് മാറ്റണം എന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്തു. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു പേരിന്റെ പേരിൽ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണ്? പേരിന്റെ പേരിലും കഥാപാത്രത്തിന്റെ പേരിലും, അതായത് കഥാപാത്രത്തിന്റെ പേരിന്റെ പേരിൽ
അതായത് ഇപ്പൊ മെറീനയ്ക്ക് ഒരു മേരി എന്നൊരു പേര് ഇടുവാണെങ്കിൽ മേരി എന്നുള്ള പേര് ഇടാൻ പാടില്ല. അതാ ബ്ലോക്ക് ചെയ്തവരോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പോലും നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് സമരം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യാലോ. നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സിനിമ മേക്ക് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ കൊടുക്കാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു IFFK-യിലും സ്ക്രീനിങ് ലഭിക്കാതെ പോയ ഒരു സിനിമയാണ്. മാനസികമായിട്ട് നമുക്കതിൽ വിഷമമുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് അവാർഡിനും മനോഹരമായിട്ട് താഴെപ്പെട്ട സിനിമയാണ്. IFFK-യിലും താഴെപ്പെട്ട സിനിമയാണ്. ചോദിച്ചപ്പോൾ അത് പറയാണ്. അതുപോലെ തന്നെ നാഷണൽ അവാർഡിനും താഴെപ്പെട്ട സിനിമയാണ്. മനോരമയിലും താഴെപ്പെട്ട സിനിമയാണ്. പക്ഷെ പുറത്ത് ഉള്ള ചില ഫെസ്റ്റിവലിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അവിടെ ചിലപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം, ഇവിടെയുള്ള രാഷ്ട്രീയമായിട്ട് സിനിമകളെ വേർതിരിച്ച് കാണുന്നത്. പുറത്തുള്ള കൺട്രീസിൽ പിന്നെ അതില്ലല്ലോ, അവർക്ക് രാഷ്ട്രീയമല്ലല്ലോ. അവർ സിനിമയെ വിലയിരുത്തിയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു. ഏത് സ്ഥലത്ത്? സ്വാഭാവികമായിട്ടും കൊടുത്തിരുന്നു. പടം ജൂറി കാണുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം? അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന് പറ്റിയ മസാലകൾ ഇല്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയ ഇടപെടൽ സിനിമയെ സ്വാധീനിക്കുന്നത് തോന്നുന്നുകൊണ്ടാണ്. അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പൊ ജൂറി അംഗങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെ അവര് സിനിമകളെ വിലയിരുത്തുന്നത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കാം, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ജൂറിയിലിരിക്കുകയാണെങ്കിലും എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ ഓരോ സിനിമകൾ നോക്കി കാണുമ്പോൾ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കില്ല. പക്ഷെ ഭൂരിപക്ഷമാണല്ലോ ജൂറി ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ സിനിമകൾ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഈ സിനിമ ചെയ്തു. വാലികുന്ദൻ എന്നൊരു സിനിമയൊക്കെ ഇപ്പോഴും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഈ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇതിലുണ്ടായിരുന്നു? അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പല സ്ഥലത്തും തടയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ പറയുന്നത് നമ്മുടെ കണ്ടന്റുകൾ പറയാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സംവിധായകൻ എന്ന നിലയിൽ? അങ്ങനെയില്ല. പറയാൻ വിചാരിച്ച സാധനങ്ങൾ നന്നായി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിക്ക് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമകൾ സംഭവിക്കാത്ത എന്താണെന്ന് അറിയില്ല. ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്, ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനൊപ്പം നിൽക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക. അപ്പൊ ആ സിനിമ സംഭവിക്കും. ഈ സിനിമ അങ്ങനെ സംഭവിച്ചാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡായിട്ടില്ല. ഇനി അതുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ IFFK-യിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലൊക്കെ ഈ സിനിമ താഴെപ്പെട്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു പരാതിയായിട്ട് പറയില്ല. നമ്മൾ ഇന്നേവരെ മീഡിയയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പരാതി ഇല്ല അതില്. കഴിഞ്ഞ ദിവസം സംവിധായകനോട് സംസാരിച്ചപ്പോ, ഇവിടെ ഏത് സംവിധായകൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് നമുക്കോട് സ്വാതന്ത്ര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് സെൻസർ ബോർഡിൽ ഇരിക്കുന്നവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ ഒരു ഗുണവുമില്ല. മമ്മൂട്ടി എന്നൊരാൾക്ക് ഒരു പത്മശ്രീ കിട്ടുക എന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു അല്ലെങ്കിൽ ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് ഒരു പടം അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അയച്ചിട്ട് അത് മമ്മൂട്ടി അയച്ചതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ വരെ കേട്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞ
അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ സിനിമ ചെയ്യുമ്പോഴാണോ ചോദിക്കുന്നത്? സിനിമ ചെയ്താലോ ഏത് അങ്ങനെയുള്ള മറ്റുള്ള സംവിധായകർ എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ വല്ല സിനിമ ഇനിയും ചെയ്യാൻ പോകുന്ന സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്നുള്ള അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഒരു പ്രവണത ഏറി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്കത് സമ്മതിച്ചു തരാൻ പറ്റൂ എന്നുള്ള നിലപാട് എനിക്കില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാനകി എന്ന പേരിന്റെ പുറത്ത് 2 സിനിമകളാണ് തടയപ്പെട്ടത്. ഒന്ന് പത്മകുമാറിന്റെ സിനിമയും ഒന്ന് JST. അങ്ങനെ പേരിന്റെ പേര് കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ സിനിമയിൽ ഉടലെടുക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞങ്ങൾ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടാകുന്ന പേര് ഇടണ്ടാന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മറ്റു സിനിമകൾക്ക് ഇപ്പോൾ ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമ തടയപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അതിന് അതിന്റെ അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നതോട് വിയോജിപ്പ് തന്നെയാണ്. അതാണ് ആദ്യം ചോദിച്ചത്. ലഹള എന്നുള്ള പേര് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നമാണ് ചെറുതായിട്ടാണ്. അല്ല, ലഹള എന്നുള്ള പേര് ചോദിച്ചിട്ട് പറയാം. ലഹള എന്നുള്ള പേര് ഇടാൻ പേടിച്ചിട്ട് ലഹള എന്നിട്ടതല്ല, ഇടാതിരുന്നതല്ല. ജഗള എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലഹള. അല്ല, ലഹള ഇടാൻ പേടിച്ചിട്ടല്ല, പേടി കൊണ്ട് ജഗള എന്ന് മാറ്റിയതല്ല. മലബാർ കലാപം അതാണല്ലോ നിങ്ങളുടെ സിനിമയുടെ അത് ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ മലബാർ കലാപത്തിൽ ഏറ്റവും മുമ്പിൽ ഇരുന്നൊരു പേരാണ് വാരികുന്നത്ത് കുഞ്ഞമ്മദ്. ആ ഒരു പേര് വെച്ചിട്ട് ഇവിടെ ആഷിഖ് പൃഥ്വിരാജിനെ വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തു. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒഴുകിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സിനിമയിൽ ഈ വാരികുന്നത്തിന്റെ എന്തെങ്കിലും ഒരു കഥ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സിനിമയെ ബാധിക്കുമെന്നുള്ള പേടി അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ ഈ ലഹളയുടെ ഈ കാര്യം പറയുമ്പോൾ എന്തായാലും ആ കഥയിൽ എന്തെങ്കിലും ഒരു സാധനം മെൻഷൻ ചെയ്തേ പോകേണ്ടി വരും സ്വാഭാവികമായിട്ട്. നമുക്ക് പടം കണ്ടിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഞാനാണോ പറയുന്നത്? പ്രൊഡ്യൂസർ അല്ല, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞല്ലോ, ഈ ജഗള ലഹള ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അത് തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ്. പിന്നെ അന്നത്തെ ഈ പശ്ചാത്തലത്തിലൊരു കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാരിയകുന്നത്ത് അഹമ്മദ് ഹാജി തീർച്ചയായിട്ടും ആ സിനിമയിലുണ്ടാവും. അത് ചിലപ്പോൾ ഇതിൽ കഥാപാത്രമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ജീവിച്ചിരുന്ന ഒരാളെ പരാമർശിക്കാതെ ഒരിക്കലും ഈ സിനിമ മുന്നോട്ട് പോവില്ല. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇതിൽ തിരക്കഥ എഴുതിയ നമ്മുടെ ഡയറക്ടർക്ക് തന്നെ കൂടുതൽ പറയാനുണ്ടാകുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ വാരിയകുന്നം പറഞ്ഞ കഥാപാത്രം അത് ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഇന്ന പോലെ ആ വാരിയകുന്നനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ള നിർബന്ധം പിടിച്ചിട്ട് ഈ സിനിമ കാണുന്നതിനോട് വിയോജിപ്പുണ്ട് ഡയറക്ടർ എന്നുള്ള ഇത്. വാരിയകുന്നൻ ഉണ്ട് ഈ സിനിമയിൽ, വാരിയകുന്നനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമസ്കാരം. ഇവിടെ എൻ്റെ പേര് ദേവപ്രശാന്താണ്. ഞാനൊരു 10ാം ക്ലാസ്സിലെ പ്രണയം എന്ന ഫിലിമിൻ്റെ കോ പ്രൊഡ്യൂസർ കൂടെ ആയിരുന്നു. 10ാം ക്ലാസ്സിലെ പ്രണയം 2010 അതുകൂടാതെ ഞാൻ മാധ്യമപ്രവർത്തനം കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫിലിം നേരിട്ടൊരു പ്രശ്നം പറഞ്ഞാൽ തിയേറ്റർ കിട്ടാതിരുന്നൊരു പ്രശ്നമായിരുന്നു. നമ്മൾ നല്ല ഫിലിമാണെങ്കിൽ പോലും റിലീസ് ചെയ്യാൻ ആ സമയത്ത് തിയേറ്ററിൽ കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടോ? നിങ്ങളുടെ നല്ലൊരു ഫിലിമാണ്, അത് റിലീസ് ചെയ്യുന്നതിൽ പ്രോബ്ലംസ് നേരിട്ടുണ്ടോ? ഇവിടെ എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കളരിക്കൽ ഫിലിംസ് തന്നെയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ള കുറച്ച് ആളുകളെ ചേർത്ത് ഈ തിയേറ്ററുകളെ നേരിട്ട് അറിയുന്ന അവരുടെ മാനേജർമാരെയൊക്കെ അറിയുന്ന കുറേ ആളുകളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ അവരെ പേഴ്സണലായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമം ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇത്ര മതി എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് ഇത്ര തിയേറ്റർ മതി, അല്ലെങ്കിൽ ഇത്ര വലിയൊരു രൂപത്തിൽ ഞങ്ങൾ റിലീസാക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്ര മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. എത്രത്തിലുണ്ട്? അപ്പോൾ എത്ര തിയേറ്ററിലുണ്ട്? നമ്മൾ 50-ലധികം ഉണ്ടാവും തിയേറ്ററുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ തിയേറ്റർ കിട്ടാത്തൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വലിയ പടങ്ങൾക്കൊക്കെ വഴിമാറിക്കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജൂലൈ 18 എന്നുള്ള ഒരു തീയതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയും അതിൻ്റെ ഇടയിൽ വലിയ പടങ്ങൾ വരുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ 18 എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. ആ ദിവസം തന്നെ റിലീസാക്കണം എന്നാണ് ആഗ്രഹം.
അതായത് ഇപ്പം നമ്മുടെ മലയാള സിനിമ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും എല്ലാവരും പറഞ്ഞത് നമ്മുടെ മലയാള സിനിമ എന്ന് കണ്ടുപിടിക്കണം. അവർ കണ്ടന്റ് ഓറിയന്റഡ്, അവരുടെ ആക്ടിങ് അങ്ങനെ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഓരോ കലാകാരന്മാരെ കണ്ടുപിടിക്കണം എന്ന് പറയാറുണ്ട്. അത്ര കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണത കാണാറുണ്ട്. എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളതിന് നമ്മളുടെ ആക്ടേഴ്സ് വേറെ ഭാഷയിലും പോയി അഭിനയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും അതല്ല ഞാൻ നമ്മുടെ ഇതിനകത്ത്, അതായത് തമിഴ്നാട്ടിലൊരു ഇഷ്യൂ നടന്നായിരുന്നു. അതായത് മലയാളത്തിൽ പിന്നെ ഒരു ഇഷ്യൂ നടന്നോ നോക്കാറില്ലേ? ഞാൻ പ്രശ്നങ്ങൾക്ക് പുറകെ പോകാറില്ല, ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ജെനുവിൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എന്തായിരുന്നു ഇഷ്യൂ? അതായത് അവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ കൂടുതൽ വിളിക്കാതെ മറ്റേ മലയാളത്തിൽ നിന്നുള്ളവരല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ വിളിക്കുക. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോവാണ്. അപ്പൊ മലയാളത്തിലും അതേപോലെ സംഭവിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു കൊളാബറേഷൻ എപ്പോഴും നമ്മൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള ഐശ്വര്യ റോയ് മാം ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ പടം ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലൂസിഫറിൽ കണ്ടിട്ടില്ലേ നമ്മൾ, ലൂസിഫർ അല്ല എംപുരാൻ 2 അങ്ങനെ നമ്മളൊരു കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി അഭിനയിക്കുന്നുണ്ട്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജിൽ മാത്രം അഭിനയിക്കേണ്ട ആളുകളല്ല. അവിടുന്ന് ഇവിടെ വരട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തായിരുന്നു ചോദ്യം? ഇവിടെ ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആദ്യമേ ഒന്ന് കയറി വന്നിട്ട് മറ്റുള്ളവർ കയറി വരുമ്പോൾ നമുക്ക് അവസരങ്ങൾ അങ്ങനെയില്ല, അത് കുശുമ്പായി പോയില്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ? അതൊരു അസൂയപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പം ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റി കുറയുന്നുണ്ടെന്ന് തോന്നിയോണ്ടായിരിക്കും അവർ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. മേ ബി അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. എല്ലാ ഇൻഡസ്ട്രിയിലും സ്ട്രഗിൾ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യമൊക്കെ നമുക്ക് സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ എന്താ പറയുക, പണം കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് വില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ. ഇപ്പം ലിസ്റ്റിൻ ചേട്ടനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പുതിയ പ്രൊഡ്യൂസേഴ്സ്, മാർക്കോൻ്റെയൊക്കെ പ്രൊഡ്യൂസർ എനിക്കൊന്ന് പുള്ളിയുടെ ആദ്യത്തെ പടമല്ലേ മാർക്കോ. അപ്പം വലിയ വലിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നോളും. OTT പ്ലാറ്റ്ഫോംസ് വന്നു, സീരീസ് വന്നു, യൂട്യൂബ് ചാനലിൽ സീരീസ് വരുന്നു, ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവിടുന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ഇപ്പം ഫഹദിക്കൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനമല്ലേ. അവിടെ പോയി നമ്മുടെ ഇവിടെ ഉള്ള അത്ര തന്നെ വാല്യൂ തമിഴിലും ഉണ്ട്. പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രശ്നം മാത്രമേ തോന്നുള്ളൂ അല്ല. നമ്മളതിനെ വേറെ രീതിയിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യത്തിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ എടുക്കുന്നത്, ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്നത്. അപ്പം ഡിഫറൻസ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്. എൻ്റെ പേര് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് മറീനയ്ക്ക് ശരിക്കും എൻ്റെ പേര് മറീന എന്നാണ്. മെറീന എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. സ്വീകാര്യത ഞാൻ ഇപ്പൊ 10 വർഷമായി സിനിമയില്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വൈശു? എന്ത് തോന്നുന്നു? താങ്കൾക്ക് എന്ത് തോന്നുന്നു? 10 വർഷമായിട്ട് ഞാനൊരു ജോലിയിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇല്ല, ഞാൻ നായികയായിട്ട് തന്നെ അഭിനയിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നായികയായിട്ട് കിട്ടുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ബോണസാണ്, ലോട്ടറി അടിക്കുന്ന പോലെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ആദ്യ സിനിമ എന്ന് ഞാൻ പറയില്ല, ഞാനൊക്കെ തുടക്കകാലത്ത് അഭിനയിച്ച എബി എന്ന് പറഞ്ഞ സിനിമ വലിയ ക്യാൻവസ് ചിത്രമാണ്. അതിൽ നായികയായിട്ട് വിനീത് ശ്രീനിവാസിന്റെ നായികയായിട്ട് വരുന്ന ഇന്റർവ്യൂകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ പറയാം. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എനിക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യാനും കുഴപ്പമില്ല, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ മതി. മാത്രമല്ല അതിപ്പോൾ ചെറിയ റോളാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആക്ടർ എന്ന് പറയുന്നത് മുരളി ചേട്ടൻ, തിലകൻ ചേട്ടൻ, ജഗതി ചേട്ടൻ ഒക്കെയാണ്. കാരണം അവരുടെ ഒരു വേഴ്സറ്റാലിറ്റി ഉണ്ട് അഭിനയിക്കുമ്പോൾ ഉള്ളത്, മാനറിസംസ് ഉണ്ട്. ഓരോ സിനിമയിലും ഓരോ പോലെയാണ് അവർ. നെടുമുടി വേണു പുള്ളി. അപ്പം അവരൊക്കെയാണ് എൻ്റെ ഹീറോസ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതേപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടിയാൽ മതി. അതാകുമ്പോൾ എല്ലാ സിനിമയിലും അഭിനയിക്കാനും പറ്റും. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ആയിരിക്കും. ഇപ്പോൾ ഇതിലെ പോലെ കുഞ്ഞാത്തു ആണെങ്കിൽ കൂടുതലുള്ള നിഹ എന്ന് പറയുന്ന ക്യാരക്ടർ രണ്ടും ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ പ്രൊമോഷൻസിന് വന്നാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എപ്പോഴും ഞാൻ നായിക തന്നെ ആവുള്ളൂ അല്ലെങ്കിൽ നായിക കഥാപാത്രങ്ങൾ മതിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു മലയാള സിനിമ
ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾ എന്നെ എയറിലേക്ക് വിടുന്നതുകൊണ്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജഗലയിലെ അതായത് എന്താ പറയുക സംസാരം ഒരു കണ്ണൂർ ഭാഷ മലബാർ ഭാഷയായിരുന്നല്ലേ, അപ്പൊ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ചില വാക്കുകൾ അല്ലേ, പക്ഷെ ഞാനൊരു മലബാർ ഏരിയ എന്ന് വരുന്ന ഒരാളായതുകൊണ്ട് കോഴിക്കോട് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഞാനവിടെ ഇങ്ങനെ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഭാഷ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എൻ്റെ അടുത്ത സുഹൃത്ത് ലക്ഷ്മിയാണ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അല്ലെ, നോർമലി സംസാരിക്കുമ്പോ ആ ഭാഷ വരുന്നില്ല, അപ്പൊ സിനിമയില് അത് കൂടുതലായിട്ട് കൈകാര്യം അതേ ടോൺ പിടിച്ച് തന്നെ പോകണമല്ലോ. ഇതെന്താന്ന് വെച്ചാല് ഞാനിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് കൊച്ചിയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ എൻ്റെ ഒത്തന്റിക് സാധനം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് കുറെ കാലമായിട്ട് ഈ കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ പല പല നാടുകളിൽ നിന്നുള്ള ആളുകൾ വന്നു ചേരുന്ന സ്ഥലമാണല്ലോ. അപ്പം ആളുകളോട് സംസാരിക്കാൻ നമ്മളൊരു മീറ്റർ ഇട്ട് ഒരു രീതി അങ്ങ് പിടിക്കും എല്ലാവർക്കും, അതായത് യൂണിവേഴ്സൽ ലാംഗ്വേജ് പോലെ. അങ്ങനെ സംസാരിച്ച് ആളുകൾക്ക് ഞാൻ എവിടുന്നാണ്, എൻ്റെ നാട് ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക്, ഇപ്പോൾ ചിലർ കോട്ടയം പറയും, പാലക്കാട് പറയും, തൃശ്ശൂർ പറയും, പക്ഷെ കോഴിക്കോട് നിന്ന് ചോദിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ കോൺവെന്റ് സ്കൂളിൽ കൂടിയാണ് പഠിച്ചത്. അതിൻ്റെ ഒരു ഗുണം ചില കാര്യങ്ങൾ എനിക്കുണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ചില എന്താ പറയുക ശൈലികളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ശ്രീദേവേട്ടൻ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ കറക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഡബിങ്ങിൽ പിടിച്ചു അല്ലേ, ഡബിങ്ങിൽ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ആ ഭാഷ സ്വന്തം ഭാഷ കോഴിക്കോട് ഇന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ തനി ഭാഷ വന്നിട്ടില്ല എന്ന് പറയാമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വാക്ക് പറയാമോ ആ ഭാഷയില്? അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ഓള് ഓല് ഓള് എന്നൊക്കെ പറയുന്ന സാധനം മൊളിയാറ് എന്ന് പറഞ്ഞാൽ മുളക് ചാറ്, മൊളിയാറ്, മീൻകൂട്ടി കഴിച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ എനിക്കത് കൂടുതലും അങ്ങനെ കോഴിക്കോടുള്ള ആൾക്കാരോട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോഴായിരിക്കും എനിക്ക് അങ്ങോട്ട് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലുവൻറ്റ് ആവുക. സിനിമ എന്തായാലും ജൂലൈ 18 ഇറങ്ങുവാണ്. പ്രതീക്ഷകളുണ്ടാവും. എന്താണ് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയുന്നത്? ഇതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞതിൽ ഒരു 70 to 80% ഫിക്ഷൻ എന്നുള്ള രീതിയിൽ ഉള്ളൊരു സിനിമയാണ്. നമ്മൾ പീരിയഡ് സിനിമ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പീരിയഡ് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി ചെയ്തൊരു സിനിമ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മനോജേട്ടൻ മാത്രമല്ല, ഇതിൽ നിന്നും എനിക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ജോയിൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. ജോയിൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ബന്ധങ്ങളിലൊക്കെ എനിക്ക് തന്നിട്ടുള്ള സിനിമയാണ്. അതിലുപരി വളരെ ഇമ്പോർട്ടൻറ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും, ഈ പട്ടിണി, നേരത്തെ സാർ പറഞ്ഞില്ലേ, പട്ടിണിയെ നമ്മളെങ്ങനെ ഫേസ് ടു ഫേസ് അതെങ്ങനെ അഭിമുഖീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു കൊളാബറേഷനാണ്. ശ്രീദേവേന്ദ്രൻ്റെ ഹാർഡ് വർക്കാണ്, ഇവരുടെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് നമ്മൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ സിനിമ കാണുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കാണണം. നിങ്ങൾ കണ്ടിട്ട് വേണം മറ്റുള്ള ആളുകളെ അറിയിക്കാൻ. നിങ്ങളുടെ അടുത്താണ് ആദ്യമായി ഞങ്ങൾ ഈ സിനിമയെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയാം, ഈ ഒരു വിശേഷിച്ച് ഒരു സിനിമയിൽ പറഞ്ഞു എന്താണ് ഉള്ളത് എന്ന് അറിയണമല്ലോ എന്ന് പറയുന്നില്ലേ, കത്തിൽ എന്താണ് ഉള്ളത് എന്ന് അറിയണം എന്നുള്ള പോലെ ഈ സിനിമയിൽ എന്താണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ സിനിമ ഒരു തവണയെങ്കിലും കാണണം. നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് വിളമ്പി ആളുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിക്കുക, തുറന്നിരുന്ന് കഴിക്കുക സമാധാനമായിട്ട്, എന്നിട്ട് റിവ്യൂ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഇവിടെ വന്നതിനും സഹകരിച്ചതിനും. പിന്നെ ഉണ്ടോ എന്ത് ചോദ്യം ഇപ്പോഴും ഉണ്ട്. അത് എന്ത് ഒരു കാമുകനെയാണോ പ്രണയിക്കുന്നത്? നമുക്ക് എല്ലാത്തിനെയും പ്രണയിച്ചൂടെ? എല്ലാത്തിനെയും പ്രണയിക്കാം. ഞാൻ ചെയ്യുന്ന വേഷത്തെ പ്രണയിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ച് അതിനെ പ്രണയിക്കുന്നു, ഞാൻ യോഗ ടീച്ചറാണ്, യോഗയെ പ്രണയിക്കുന്നു, പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു, നല്ല സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നു. ചിലരോട് നമുക്ക് പ്രണയം തോന്നാം അല്ലേ? സ്ത്രീ സ്വാഭാവികം അല്ലേ? പറയില്ല പിന്നെ തോന്നിയത് അതെ. കുറച്ചു നേരം നിങ്ങളിരുന്നാൽ നിങ്ങളുടെ ആരോടെങ്കിലും ഞങ്ങൾക്ക് പ്രണയം തോന്നിയെന്ന് പറയല്ല, പറയുന്നത് അത്രേ ഉള്ളൂ. നൈമിഷികമാകാം, ചിലപ്പം നീണ്ടുപോയേക്കാം, സ്വാഭാവികം, അത്രേ ഉള്ളൂ. മാപ്പിള ലഹളക്കാലത്ത് നടന്ന സംഭവവികാസങ്ങളെ വളരെ
മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രീയും നമ്മുടെ പ്രൊഡ്യൂസറും ശ്രമിച്ചിട്ടുണ്ട്. മാപ്പിള ലഹളയെ പ്രത്യക്ഷത്തിൽ ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി സിനിമയെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലൂടെ ഇതിലൊരു വലിയൊരു റിസ്ക് എന്തായിരുന്നല്ലോ, ഒരു കരണ്ട്, ഒരു വള്ളി, ഒരു വയറിങ് എവിടെയും കണ്ടിട്ടുണ്ട്. അവിടെ കിടന്ന് സ്ത്രീ കാണിക്കുന്ന ബഹളം. അതുപോലെ ഇത്രയും പെർഫെക്ഷനിസ്റ്റായ ഒരു ഡയറക്ടർ എന്നെ കൊണ്ട് ആ ഒരു സീന് എനിക്കൊരു ഒരു പേജ് ഡയലോഗ് ഉണ്ടോ ഒറ്റയടിക്ക് പറയണം. ഞാൻ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ധാരാളം മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മാക്സിമം ആ ടോണിൽ തന്നെ ചെയ്യാൻ വേണ്ടി എനിക്ക് ടോൺ എളുപ്പമാണ്. നമ്മുടെ നാടും നമ്മുടെ ഭാഷയും ഒക്കെ അത് തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് റിസ്ക് എടുത്തു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് സിനിമയിൽ. കണ്ടവരൊക്കെ വളരെ നന്നായിട്ടുണ്ട്, ഖദീജ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമയെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, സിനിമ എല്ലാവരിലും എത്തിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീയുടെ രണ്ടാമത്തെ മൂവിയാണ് അത്. 2 പടത്തിലും ശ്രീ കുറേ കാലം അസോസിയേറ്റ് ആയിരുന്നപ്പോഴും ഞാൻ 5-6 പടം ചെയ്തിട്ടുണ്ട്. ഒരു 150 സിനിമയൊക്കെ കഴിഞ്ഞിട്ടോ. നിങ്ങളൊന്നും ഇതുവരെ നമ്മളെ ഒന്നും പരിഗണിച്ചിട്ടില്ല. 2 സിനിമകൾ ഇറങ്ങാനുണ്ട്, കുറേ സിനിമകൾ, കുറേ വെബ് സീരീസുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം, കുഴപ്പമില്ല. ഇപ്പോൾ പൊതുവേ സിനിമയുടെ രീതി മാറി അല്ലേ? ഇപ്പോൾ അമ്മ ക്യാരക്ടറില്ല, ചേച്ചി ക്യാരക്ടറില്ല, അമ്മയൊക്കെ ഫോൺ വിളിച്ച് ഇവർ ഒതുക്കുന്നു. ഞങ്ങൾക്കൊന്ന് ശരിക്ക് ചാൻസ് വളരെ കുറവ്. എൻ്റെ ഇതിലുള്ള കുറേ ആർട്ടിസ്റ്റുകൾക്കൊന്നും ഒരു പണിയില്ലാതിരിക്കുന്നു. അപ്പോൾ മെല്ലെ പലരും വെബ് സീരീസിലേക്ക് മാറുന്നു. ഞാനും 2 വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഒട്ടും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കലയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് സത്യസന്ധമായി പറയാനുള്ള സ്വാതന്ത്ര്യം എക്കാലത്തും ഒരു കലാകാരനോ കലാകാരിക്കും ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അമ്മ അസോസിയേഷൻ മൊത്തം തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസ് നമ്പർ സമരം ചെയ്തു. ഞാൻ കോഴിക്കോടായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ജാനകി നല്ല പേരിട്ട് നമുക്ക് സിനിമ എടുക്കണം ശ്രീ അല്ല പിന്നെ അത് അങ്ങനെ എന്തിനാണ് അങ്ങനെ ഒരു ഇത്? നമുക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എവിടെയാണ് കലാകാരനും ഉണ്ടാവുക? എഴുത്തിലായാലും ഇപ്പം അല്ലേ, നമുക്ക് പറയാനുള്ളത് പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന അല്ലെ മാക്സിമം അവരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്തുകാർക്ക് പോലും നിലനിൽപ്പില്ല. സിനിമയ്ക്കും ആ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കണം. അതിനൊക്കെ ഒരു മാറ്റം വരണം. ഞാനൊരു പടം ചെയ്യും, മറ്റേ വിപ്ലവാത്മകമായ പടം ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അതെ തീർച്ചയായിട്ടും ഒരു വിപ്ലവമായിരിക്കും. എനിവേ വളരെ സന്തോഷം എല്ലാവരോടും സംസാരിക്കാനും കാണാനും കഴിഞ്ഞത്. നിങ്ങൾ പടത്തെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം, കാണണം, എല്ലാവരിലും എത്തിക്കണം. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത്, അതായത് മെറീനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇത്തരം ഒരു കഥാപാത്രത്തിലേക്ക് എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ ചോദിച്ചില്ല, ചോദിച്ചു, പക്ഷെ ഡയറക്ടറോടല്ല ചോദിച്ചത്, അത് മെറീനോടാണ് ചോദിച്ചത്. അതെ ആ ചോദ്യം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. ആ ചോദ്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരം ഒരു കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മെറീനെ അവതരിപ്പിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു അഭിമാനത്തോട് തന്നെ എനിക്ക് അതിനെ കാണാൻ കഴിയും. കാരണം കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പലരും ശരിയാവും, മെറീന അതിലേക്ക് മാച്ച് ആവും. കാരണം ഒട്ടും അതെ പല ജിതേഷ് ചേട്ടനൊക്കെ അതെ പ്രൊഡക്ഷന്റെ ഭാഗത്ത് മെറീന്റെ കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ശ്രീധവന് ശരിയാവുമെന്ന് ചോദിച്ചു, അങ്ങനെ ചോദിച്ചവരുണ്ട്. പക്ഷെ ഞാൻ അത് ഓക്കെ, അത് ശരിയാവും എന്ന് പറയും. മെറീന വരെയും അതിലേക്കെല്ലാം അപ്പിയറൻസും കോസ്റ്റ്യൂംസും ആ കഥാപാത്രമായി മാറി. നീ പറയുന്ന പോലെ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് കുറവായിരുന്നു. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചും തട്ടം കിട്ടിട്ടാണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഭയങ്കര എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടാണ് മെറീന ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. ഓക്കെ. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ മുന്നത്തെ സിനിമയിൽ മലയാളത്തിലെ എല്ലാം വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ആയിരുന്നു ആ സിനിമ, ഫസ്റ്റ് സിനിമയാണെങ്കിലും സംഭവിച്ചത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് പുതിയ ടെക്നീഷ്യൻസിനെ ഞാൻ ഈ സിനിമയിൽ പരിചയപ്പെടുത്തുന്നു. ക്യാമറ മുതൽ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, അതുപോലെ ടൈറ്റിൽ റോളിൽ പുതിയൊരാളെ നായകനായിട്ടുള്ള മുരളി റാമിനെ കൊണ്ടുവരുന്നു, കുറേ നാടകക്കാരെ കൊണ്ടുവരുന്നു.
അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ. പുതിയ പ്രൊഡക്ഷൻ, ഒരു 3 പേരും കൂടി ഈ സിനിമയോടുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. എല്ലാവരും സിനിമയെ സമീപിക്കുന്ന പോലല്ല, ഒരു ബിസിനസ് മൈൻഡോട് കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല ഈ സിനിമയെ സമീപിച്ചത്. ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ, അത് നല്ല സിനിമ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സിനിമ ചെയ്യുമ്പോഴും സംവിധായകർ പറയുന്നതാണ്. അപ്പോൾ ഞാനും മെറീനൊക്കെ ചിലപ്പോൾ അടുത്ത സിനിമയിലേക്ക് പോകും. മെറീന ഓൾറെഡി പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം അടുത്ത സിനിമ സംഭവിക്കും. പക്ഷേ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സംഗതിയാണ്, ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വലിയ സിനിമയുടെ ഇടയിൽ ഞങ്ങൾ ഈ വലിയ സിനിമ, അതായത് സബ്ജക്റ്റ് വൈസ് ഇത് വലിയ സിനിമയാണ്, എന്നാൽ ബഡ്ജറ്റ് വൈസ് ഇത് ചെറിയ സിനിമയാണ്. അപ്പോൾ ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പുതിയ ആളുകളുടെ സ്വപ്നമാണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിൽ പോലും. അങ്ങനെ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണം. കാണാനുള്ള എല്ലാ പ്രൊമോഷൻസും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ നന്ദി ഇത്രയും നേരം നമ്മളോട് ഈ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങളോട് എത്തിയതിന്.